തത്സമയം. കള്ളക്കളിയായിട്ട് പറക്കാൻ ആരോ ഉണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ എനിക്ക് ശിക്ഷ കിട്ടണം, ഇതേ ഉള്ളൂ. എന്തെന്ന് വെച്ചാൽ അവനെ അകത്ത് വെളിയിൽ ഇറങ്ങി അതിനെ അകത്താക്കണം, ഇതേ ഉള്ളൂ. ഇവരൊന്നും കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞേക്കുന്നത്. ഹൈക്കോടതി പറയും എന്തെന്ന് വെച്ചാൽ ഒരു പച്ചക്കത്തില് കോടതിക്ക് കണ്ണുകൊണ്ടുകൂടായിരുന്ന ഒരു പിള്ളേരെ തൊട 22 മുറിവ്, ഈ ഉള്ളംകാല് കണ്ട അപ്പോഴും ബോധം കെട്ട് വീഴും. അപ്പം കോടതി പറഞ്ഞ അവൻ കുറ്റക്കാരനല്ലെന്നാ. അത് ശരി. അപ്പൊ എന്തും ചെയ്യല്ലേ, ആണിനായാലും പെണ്ണിനായാലും. അപ്പം ഹൃദയം എന്ന് പറഞ്ഞത് ഒരു ആണിനും പെണ്ണിനും ഒരു ഹൃദയം ഉള്ളൂ. ഹൃദയം ഇല്ലാത്തവർ എത്രയോ ലോകത്തുണ്ടെന്നാ. ഹൃദയം ഇല്ലാത്തവർ ഇപ്പം ഹൃദയം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കും ഇല്ല, ഇപ്പൊ ഒരു കോടതിക്കും ഇല്ല ഹൃദയം. ഹൃദയം എന്ന് പറഞ്ഞത് ഒരേ ഇതേ ഉള്ളൂ, ഹൃദയം ആണിനായാലും പെണ്ണിനും. ഇപ്പം ഹൃദയം ഇല്ല അവർക്ക്. ഈ ഹൃദയം ഉണ്ടെന്ന് ഇത് കാണിക്കൂലായിരുന്നു എൻ്റെ കൂടെ. അമ്മ അന്ന് ഈ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ആ പാർക്കിൽ നിന്ന് പിടിച്ചോടുന്നത്. പക്ഷെ പോലീസ് പിന്നെ കള്ള മോഷണ കേസ് ചാർജ് ചെയ്യുന്നു. അതൊക്കെ ആദ്യഘട്ടത്തിൽ തെറ്റാണ് തെളിഞ്ഞതാണ്. പക്ഷെ ഇപ്പോ കോടതി പറയുകയാണ് അവരെല്ലാരും കുറ്റക്കാരല്ല. അതെല്ലാം കോടതിക്ക് ഹൃദയം ഇല്ല. ഹൃദയം ഉണ്ടെന്ന് കോടതി ഈ വാക്ക് പറയില്ലായിരുന്നു. ആ കോടതിക്ക് ഹൃദയം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് പറഞ്ഞ. നേരത്തെ ഈ കോടതി കണ്ടില്ലേ എന്റെ പിള്ളേരൊക്കെ ഉള്ളംകാല് തൊട അപ്പോഴും ബോധം കെട്ട് വീഴും, ബോധം ഇല്ലാത്തവരും കൂടെ. ആ തരത്തിലാണ് എന്റെ മകന്റെ കാലും തൊടയൊക്കെ കണ്ടത്. ഇത്രയും കുറ്റം ചെയ്തിട്ട് കുറ്റക്കാരനല്ല എന്നവൻ. അപ്പൊ ഇതിൽ കള്ളക്കളിയാണ് കളിക്കുന്നതാരോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് വളരെ ഗുരുതരമായ അതിക്രമം ഉദ്യോഗമാർക്ക് കിട്ടി. കാരണം ആ തൊടയിൽ പൊട്ടിയിട്ടുണ്ട്, രക്തധമനി പൊട്ടിയിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ എല്ലാ തെളിവും ഉണ്ടായിരുന്നിട്ടും അമ്മയുടെ മകനെ കൊന്ന ആളുകൾ ഇപ്പോ രക്ഷപ്പെട്ടു പോവുകയാണ്. അതല്ല ഞാൻ പറഞ്ഞത്, ഇതിന്റെ പുറക്ക ആളുണ്ട്. ഇതിന്റെ പുറക്കം നിന്ന് കള്ളക്കളി കളിക്കുന്ന ആളുകളിൽ നിന്ന് സംശയം നമുക്ക് പറയാൻ ഒക്കൂല. ഇതിൽ ആരോ തക്കതായിട്ട് ആളുണ്ട്, പുറക്ക ആളുണ്ട്. അതാണ് അവൻ പുറത്തിറങ്ങാൻ കാര്യം. ഉദ്യോഗസ്ഥരാണോ? അതായിരിക്കും, ഏതെങ്കിലും ഒരായിരിക്കും. ഇല്ലാതൊന്നുമല്ല. പെട്ടെന്നൊന്നും അവനെ വെളിയിൽ ഇറക്കാൻ ഒക്കൂല. ഇതിൽ പുറക്ക ആരോ ഉണ്ട്. അതല്ല ഞാൻ പറഞ്ഞു, ഒരു ഫോൺ നമ്പർ ഇരുന്ന് വിഷ്ണുവിൻ്റെത് ഞാൻ കണ്ടില്ല. അപ്പം എന്റെ സഹോദരനെ വെച്ച് കേട്ടു വെക്കാന്നാണ് വിളിച്ചത്. ഞാൻ ഒന്ന് നോക്കട്ടാ. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ മുഴുവൻ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കോടതി ഉത്തരവ് ഹൃദയമില്ലാത്തതായിപ്പോയി. ഒരു കോടതിക്കും ഹൃദയമില്ല എന്ന് വളരെ വൈകാരികമായിട്ടാണ് ഈ കോടതി ഉത്തരവിനോട് ഇപ്പോൾ ഉദയകുമാറിന്റെ അമ്മ പ്രതികരിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയാണ് മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അന്വേഷണത്തിൽ CBIക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം വരുന്നത്. 2005 സെപ്റ്റംബർ 27-നാണ് ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഉദയകുമാർ ലോക്കപ്പിൽ കൊല്ലപ്പെടുന്നത്. ഇപ്പോൾ ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചെയ്യുന്നു. ഷിജോ, എന്താണ് കോടതി ഉത്തരവിനോട് ഉദയകുമാറിന്റെ അമ്മയുടെ പ്രതികരണം? ദിവ്യ, വളരെ വൈകാരികമായിട്ടാണ് ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി അല്പസമയം മാധ്യമങ്ങൾ കണ്ടപ്പോൾ സംസാരിച്ചത്. ഇതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. അവരാണ് ഉദയകുമാറിനെ കൊലപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടാനായിട്ട് വഴിയൊരുക്കിയത്. അത് ആരാണെന്ന് തനിക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷെ ആരൊക്കെയോ ഇതിന് പിന്നിലുണ്ട്. 22-ലധികം ക്രൂരമായിട്ടുള്ള മുറിവുകൾ ഉദയകുമാറിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. അതൊന്നും കോടതി കണ്ടില്ലേ എന്നുള്ള ഒരു ചോദ്യങ്ങൾ കൂടി ആ അമ്മ വൈകാരികമായി ചോദിക്കുന്നുണ്ട്. ആ അമ്മയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അമ്മ ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിൽ നിയമപോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ നിയമപോരാട്ടമായിട്ട് മുന്നോട്ട് പോകും. പക്ഷെ അത് ഏത് രീതിയിലാണെന്ന് അറിയില്ല എന്ന് വളരെ നിസ്സഹാവസ്ഥയോടു കൂടി പറയുകയാണ് ആ അമ്മ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ തന്നെ അമ്മയുടെ പ്രതികരണം ഒരു തവണ കണ്ടതാണ്. അമ്മ പറയുന്നത് ഉദയകുമാറിനെ കൊലപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ രക്ഷപ്പെട്ടതിന് പിന്നിൽ ചില ആളുകളുണ്ട്. അത് ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ ആരൊക്കെയോ തന്റെ മകനെ കൊലപ്പെടുത്തിയ ആളുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ സഹായിച്ചിട്ടുണ്ട്. CBI കണ്ടെത്തിയ കാര്യങ്ങളെ എന്തുകൊണ്ട് ഹൈക്കോടതി കാണുന്നില്ല? ഹൈക്കോടതിക്ക് ഹൃദയമില്ലേ എന്നുള്ള വൈകാരികമായിട്ടുള്ള നിസ്സഹാവസ്ഥയോടു കൂടിയുള്ള ചോദ്യമാണ് പ്രഭാവതി
അമ്മ ചോദിക്കുന്നത്. നമുക്കറിയാം 2005 സെപ്റ്റംബറിൽ പ്രഭാവതി അമ്മയുടെ മകനെ മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ട് ഉദയകുമാറിനെ ഫോർട്ട് പോലീസ് ശ്രീകണ്ഠേശ്വരത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഉരുട്ടി കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ അത്തരത്തിൽ തീർത്തും വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം പ്രഭാവതി അമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. എന്തായാലും അമ്മ ഇപ്പോൾ അടുത്ത നിയമ പോരാട്ടം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ചില ആളുകളെയൊക്കെ ബന്ധപ്പെടാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ കാര്യത്തിനകത്തേക്ക് അമ്മയ്ക്ക് ചില ഫോൺ നമ്പറുകൾ മറ്റു കാര്യങ്ങളൊന്നും കണ്ടെത്താൻ കഴിയാത്തതിന്റെ പ്രയാസങ്ങൾ കൂടി അമ്മ പങ്കുവെക്കുകയാണ്. അത് ആ കാര്യത്തിൽ അടക്കമുള്ള ഒരു ചില നടപടികളിലേക്ക് എങ്ങനെ മുന്നോട്ട് പോകും നിസ്സഹായാവസ്ഥയിലാണ് ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി അമ്മയുള്ളത്. ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. തന്റെ മകന്റെ മരണത്തിന് കാരണക്കാരായ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കണം എന്ന ഒരൊറ്റ ആവശ്യം മാത്രമേ അവർക്കുള്ളൂ. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.